DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ 30-ാം തീയതിക്കുള്ളിൽ കർഷക ഐ ഡി എടുക്കാത്തവർക്ക് വർഷം 6,000 രൂപ വീതം ലഭിക്കുന്ന കിസാൻ സമ്മാൻ നിധി ആനുകൂല്യവും കൃഷിക്കാവശ്യമായ വളങ്ങളും തുടങ്ങി കേന്ദ്ര സംസ്ഥാന ആനുകൂല്യങ്ങളെല്ലാം ലഭിക്കാത്ത അവസ്ഥ വരികയാണ്. സംസ്ഥാനത്തെ പകുതിയോളം കർഷകർക്ക് ഇപ്പോഴും കർഷക ഐ ഡി ഇല്ലെന്നത് വലിയൊരു തിരിച്ചടിയായി മാറുവാനുള്ള സാധ്യതയാണുള്ളത്. അതിപ്രധാനമായ ഇൻഫർമേഷൻ്റെ വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക, മറ്റ് കർഷകരിലേക്കും ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യുവാൻ മറക്കാതിരിക്കുക. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കാർഷിക ആനുകൂല്യങ്ങൾ തുടർന്നും ലഭിക്കുന്നതിന് അഗ്രിസ്റ്റാക്ക് രജിസ്ട്രേഷൻ ഇനി മുതൽ നിർബന്ധമാക്കിയിരിക്കുകയാണ്. കർഷകർക്കായുള്ള എല്ലാ ഡിജിറ്റൽ സേവനങ്ങളും ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായാണ് കേന്ദ്ര കൃഷി മന്ത്രാലയം ഈ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഈ മാസം 30-ാം തീയതിയോടെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കണമെന്നാണ് ഔദ്യോഗിക നിർദ്ദേശം. രജിസ്ട്രേഷൻ എടുക്കാത്ത കർഷകർക്ക് വരും ദിവസങ്ങളിൽ വലിയ പ്രതിസന്ധികൾ നേരിടേണ്ടി വരും. വളം വിൽക്കുന്ന കടകളിൽ നിന്ന് 1 കിലോ യൂറിയ വാങ്ങണമെങ്കിൽ പോലും അഗ്രിസ്റ്റാക്ക് തിരിച്ചറിയൽ കാർഡ് ഹാജരാക്കേണ്ടി വരും. സബ്സിഡി നിരക്കിലുള്ള വളം, വിത്ത്, മറ്റ് കാർഷിക ഉപകരണങ്ങൾ എന്നിവയുടെ വിതരണം പൂർണ്ണമായും ഈ ഡിജിറ്റൽ തിരിച്ചറിയൽ കാർഡുമായി ബന്ധിപ്പിക്കാനാണ് സർക്കാർ തീരുമാനം. സംസ്ഥാനത്തെ കർഷകരിൽ പകുതിയോളം പേർ ഇനിയും രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയിട്ടില്ല എന്നത് ആശങ്കാജനകമാണ്. ഇതുവരെ 22,51,606 പേരാണ് രജിസ്ട്രേഷനായി അപേക്ഷിച്ചത്. ഇതിൽ 12,44,811 പേർക്ക് മാത്രമാണ് നിലവിൽ അംഗീകാരം ലഭിച്ചിട്ടുള്ളത്. സമയപരിധി അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഭൂരിഭാഗം കർഷകരും ഇനിയും ഈ സംവിധാനത്തിന്റെ ഭാഗമാകാനുണ്ട്. ആദ്യഘട്ടത്തിൽ കൃഷിഭവനുകൾ വഴിയായിരുന്നു രജിസ്ട്രേഷൻ നടന്നിരുന്നത്. എന്നാൽ നടപടികൾ വേഗത്തിലാക്കാൻ ഇപ്പോൾ കർഷകർക്ക് സ്വന്തമായോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ കോമൺ സർവീസ് സെന്ററുകൾ വഴിയോ അപേക്ഷിക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. സ്വന്തമായി ഭൂമിയുള്ള ഏതൊരു കർഷകനും ഈ പോർട്ടലിൽ പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. വിജയകരമായി രജിസ്റ്റർ ചെയ്യുന്ന ഓരോ കർഷകനും 21 അക്കങ്ങളുള്ള ഒരു പ്രത്യേക കർഷക ഐ ഡി ലഭിക്കും. ഈ ഐ ഡി നമ്പർ കൈപ്പറ്റുന്നവർക്ക് മാത്രമേ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നൽകുന്ന സാമ്പത്തിക സഹായങ്ങളും ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും ഭാവിയിൽ ലഭ്യമാവുകയുള്ളൂ. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയിലൂടെ ലഭിക്കുന്ന 6,000 രൂപ കൈപ്പറ്റുന്നതിനും ഈ കാർഡ് അനിവാര്യമാണ്. കർഷകരെ സംബന്ധിക്കുന്ന എല്ലാ വിവരങ്ങളും ക്രോഡീകരിച്ചിട്ടുള്ള ഒരു ഏകീകൃത പ്ലാറ്റ്ഫോമാണിത്. ഡിജിറ്റൽ ക്രോപ്പ് സർവേ വിവരങ്ങളും റവന്യൂ വകുപ്പിലെ ഭൂരേഖകളും പരസ്പരം ഒത്തുനോക്കിയാണ് കർഷകരുടെ വിവരങ്ങൾ തയ്യാറാക്കുന്നത്. ഭൂമിയുടെ കൃത്യമായ അളവ്, കൃഷി ചെയ്യുന്ന വിളകൾ, പ്രതീക്ഷിക്കുന്ന വിളവ് തുടങ്ങിയവയെല്ലാം ഈ ഐ ഡി നമ്പറിൽ രേഖപ്പെടുത്തിയിരിക്കും. രജിസ്ട്രേഷൻ പൂർത്തിയായാലും വില്ലേജ് ഓഫീസുകളിൽ നിന്നുള്ള പരിശോധനയ്ക്ക് ശേഷമേ ഇതിന് അന്തിമ അംഗീകാരം ലഭിക്കുകയുള്ളൂ. വില്ലേജ് ഓഫീസിലെ ഭൂരേഖകളും കർഷകർ നൽകിയ വിവരങ്ങളും തമ്മിൽ വ്യത്യാസമുണ്ടെങ്കിൽ തിരിച്ചറിയൽ കാർഡ് അനുവദിക്കില്ല. നിലവിൽ കേരളത്തിൽ 1,22,115 പേരുടെ അപേക്ഷകൾ വില്ലേജ് ഓഫീസുകളിലെ പരിശോധനയ്ക്കായി കാത്തിരിക്കുകയാണ്. കാർഷിക മേഖലയിലെ സുതാര്യത വർദ്ധിപ്പിക്കാൻ ഈ സംവിധാനം സഹായിക്കും. ഉപയോഗിക്കുന്ന വളം, കീടനാശിനി, വിപണിയിലെ വില നിലവാരം, നിലവിൽ ലഭിക്കുന്ന സർക്കാർ സഹായങ്ങൾ എന്നിവയെല്ലാം ഈ ഡിജിറ്റൽ രജിസ്ട്രിയിൽ ഉണ്ടാകും. അർഹരായ കർഷകർക്ക് കൃത്യസമയത്ത് സഹായങ്ങൾ എത്തിക്കാനും ഇടനിലക്കാരുടെ ചൂഷണം ഒഴിവാക്കാനും അഗ്രിസ്റ്റാക്ക് വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. PM കിസാൻ സമ്മാൻ നിധി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കാൻ അഗ്രിസ്റ്റാക്ക് ഫാർമർ ഐ ഡി എടുക്കുവാൻ എല്ലാവരും ശ്രദ്ധിക്കുക. വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കേന്ദ്ര സംസ്ഥാന പദ്ധതി അറിയിപ്പുകളുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പേജ് ഫോളോ കൂടി ചെയ്യുക.